രണ്ടും കൽപ്പിച്ച് രാഹുൽ കളത്തിലിറങ്ങും. അതെ പ്രേക്ഷകരെ, രാഹുൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്രകാരം ഒരു ലിസ്റ്റ് AICC പുറത്തുവിട്ട സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചവരെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ ഭാഗത്താണ് നീതി ലഭിച്ചത്, ഇവിടുത്തെ നീതിപീഠം പോലും തനിക്കൊപ്പമാണ് നിന്നത് എന്ന യാഥാർത്ഥ്യം ഈ വൈകിയെങ്കിലും ഈ ജനങ്ങളെ പേടിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കും എന്ന് കരുതിയെങ്കിലും തെറ്റി എന്നാണ് ഈ ലിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടം ശക്തമായി കളത്തിലിറങ്ങും എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 130ാം ദിനമാണ്. ഓരോ ദിവസവും ഞാൻ മുമ്പ് പറഞ്ഞു, ആയിരക്കണക്കിന് കോളുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാനും ചില കോളുകൾ മാത്രമേ ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഖേദപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. ഇനി പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ ആ പ്രതികരണങ്ങളാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സാറേ, പിന്നെ നമ്മുടെ മാങ്കൂട്ടത്തിന്റെ കാര്യം എന്തോ ആയി? വല്ലതും തീരുമാനമാവോ? അയാളുടെ പേരില്ല. വാർത്ത കണ്ടോണ്ടിരിക്കുക. ആ സതീശനെയും ചെന്നിത്തല എടുക്കുന്ന വല്ല പച്ചയ്ക്ക് വല്ലതും ഇടണോ? അങ്ങനത്തെ സ്വഭാവം അവന്മാരെ രണ്ടിനെ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ അവന്മാരെ തോപ്പിക്കണം. അതാ വേണ്ടിയത്. ആ നല്ലൊരു പയ്യനെ, ഇത്രയും ചങ്കൂറ്റത്തോടെ വന്ന് സംസാരിക്കുന്ന ഒരു പയ്യനെ ഇത്രമേ കാണിക്കുന്ന ഇവന്മാരെ എല്ലാത്തിനെയും തൂത്തുവാരി തോപ്പിക്കണം. ഇതിനകത്ത് പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ട്? ഇത്രയും വിഷയം ഉണ്ടായിട്ടുവേ ഇവന്മാര് തേൻകണി യാത്രയായിട്ട് നടക്കുകയാണ്. അതാ പറഞ്ഞത്, ഇവന്റെയൊക്കെ യാത്ര ആണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വല്ല ചൂലും ഇട്ടുകൊണ്ട് ഇവന്മാരെ പാലക്കാടൊക്കെ ചെല്ലുന്നത്. അതാ ചെയ്യേണ്ടി. ശശിയെ എടുക്കുന്നത് മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തു? മറ്റേത് അവര് തന്നെ സമ്മതിച്ചതാ. എന്നിട്ട് ഈ നാറികൾ കോൺഗ്രസ്സുകാര് ഈ പാവപ്പെട്ട ചെറുക്കനെ ഇല്ലാതാക്കിയ. ഞാനൊരു പിന്നെ കോൺഗ്രസ്സുകാരനൊന്നും അല്ല, എനിക്ക് ആ പയ്യനെ നല്ല ഇഷ്ടമാണ്. എന്റെ മോന്റെ കണക്ക് ഞാൻ കാണുന്ന ഒരു പയ്യൻ. ആ പയ്യൻ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ സാറ് ചെയ്യുക. ജനങ്ങൾ രാഹുലിനോടൊപ്പമാണോ അതോ ഈ VD സതീശന്റെ അവന്റെ നിലപാടിനോടൊപ്പമാണോ? അയാൾക്ക് എന്താ കണ്ടിട്ട് അയാൾ ആ ചെറുക്കനെ ഇല്ലെന്ന് പറയാം, അയാൾ വേണ്ട കണ്ട് അയാളെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നത്? അയാൾക്ക് എന്താ ഉണ്ടെന്നാ? ആ പാവപ്പെട്ട ചെറുക്കൻ നല്ലപോലെ സംസാരിക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പാലക്കാടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരം ചെയ്ത്. ഞാൻ പാലക്കാടുകാരനല്ല, ഞാൻ കൊല്ലക്കാരനാ. അത് എനിക്കത് ആ പയ്യനെ ഭയങ്കര, ഞാൻ കോൺഗ്രസ്സുകാരനും അല്ല, എനിക്ക് ആ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം മുഖത്ത് നോക്കി തെറ്റ് കണ്ടവനെ തെറ്റാന്ന് പറയുന്ന ഒരു പയ്യൻ. എന്റെ മോന്റെ പ്രായം പോലും ഇല്ല. എന്റെ മോന് 10-46 വയസ്സുണ്ട്. ഇത് കൊച്ചു പയ്യൻ. അവൻ അത്രയും കാര്യമായിട്ട് ചെയ്യുന്ന ഇവൻ എന്താ സഹിക്കുന്നില്ലേ കോൺഗ്രസിലെ കുറെ കഴുതക്ക്? ഈ സതീശൻ എന്തെങ്കിലും വില ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? പൊതുജനങ്ങൾ ഒരു വില കൽപ്പിക്കുന്നുണ്ടോ സതീശന്? എവിടെ ഇവ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇവൻ ഈ അടുത്ത ഇലക്ഷൻ ഇവ മൊത്തം കോൺഗ്രസ്സുകാരും തോക്കും. ഇവിടെ നമ്മൾ കോൺഗ്രസിന് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഒരു കാരണവശാലും ഞാൻ എന്റെ പാർട്ടി കോൺഗ്രസിന് ചെയ്യത്തില്ല. കാരണം ഇതുകൊണ്ടാണ് ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരം. ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് കുട്ടപ്പൻ എന്നാണ്. നിങ്ങളുടെ സേവനത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. അത്ര നല്ല സേവനമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ നടത്തുന്നത്. രാഹുലിന്റെ കാര്യത്തിലൊക്കെയാണ്. ഞാൻ എന്നും കാണാറുണ്ട്. ഞാൻ പല പ്രാവശ്യം വിളിക്കണമെന്ന് ഓർത്തിട്ടുണ്ട്. രാഹുലിനോടൊപ്പമാണോ അതോ VD സതീശൻ എടുത്ത ആ പണിയോടാണോ നമ്മുടെ? VD സതീശൻ എടുത്ത നിലപാടിനോട് ആണത്തോളം ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? പക്ഷേ ആണത്തോളം ആർക്കെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിവരമുള്ള ആർക്കെങ്കിലും നിൽക്കാനും പറ്റുമോ? ഈ സതീശൻ ആരാ? ഈ സതീശൻ നടത്തുന്ന കേരള യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? കേരള യാത്ര കൊണ്ട് ഇപ്പോഴത്തെ ഈ ഷണ്ണന്മാരായ കോൺഗ്രസുകാരുടെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാനൊക്കെ തരില്ല. അല്ലെങ്കിൽ അവന്റെ ഏത് മണ്ഡലത്തിൽ നിന്നാലും തോക്കണം. സതീശൻ മുഖ്യമന്ത്രി ആകാനായിട്ട് കുപ്പായം അണിയിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നടക്കുക. എനിക്ക് അമർഷം ഞാൻ നിയന്ത്രിച്ചാ സംസാരിക്കാൻ തോന്നുന്നത്. പക്ഷേ ആ സതീശന്റെ കാര്യം പറയുമ്പം അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു ആദ്യം കുറെ ശക്തമായി ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ വിളിച്ചപ്പോൾ ഇത് പറയണമെന്ന് ഓർത്തു. അത്രയും കടുപ്പം വേണ്ടെന്ന് പറയണമെന്നൊക്കെ ഓർത്തിട്ടുള്ളൂ ചിലപ്പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന അമർഷം സ്വാഭാവികമാണ്. സതീശൻ ആദ്യത്തെ പിണറായി ഭരണത്തിന്റെ ആദ്യ കാലത്തെ നിയമസഭയുടെ ഒരു പ്രസംഗം നടത്തി. ആരും കൂരിത്തിരിച്ചു പോകുന്ന പ്രസംഗം. പഠിച്ചിട്ട് സംസാരിച്ചതാണ്.
വസ്തുനിഷ്ഠമായി സംസാരിച്ചു. ഞാനത് പല ആവർത്തി അത് കേട്ടു. എത്ര ഉത്കൃഷ്ടമായ ഒരു ചിന്താഗതിയാണെന്നൊക്കെ ഓർത്തുപോയി. അത് ഈ തെണ്ടിയെ പറ്റിയാണല്ലോ പിന്നീട് ആ ഒറ്റ പ്രസംഗം. അത് ആമ്പിളാർ എഴുതി കൊടുക്കുന്നതാണെന്ന് ആർക്കും അറിയത്തില്ലോ. അല്ലേ, ഞാൻ പറഞ്ഞ ആ ഒരു പ്രസംഗം നടത്തി. പക്ഷെ രണ്ടാമത് ഒരൊറ്റ എണ്ണം കൂടി 10 വർഷത്തിനിടയ്ക്ക് നടത്തിയിട്ടില്ലെന്നുള്ളതാണ്. രണ്ടാമതൊന്നും കൂടെ ആ പിണറായി അതിനകത്തായി പോയി. അന്നേരം ഇപ്പം പിണറായി ഏറ്റവും വലിയ വിശ്വസ്തനെ ഇടതുപക്ഷത്തെ പോലും ഒരു വിശ്വസ്തം കാണത്തില്ല. അത് ഉണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ്. അവര് ഒരേ രീതിയിലല്ലേ അവർ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞേ, ഈ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ വാർത്ത കൊടുത്തപ്പം സാധാരണ ഇടതുപക്ഷം സന്തോഷിക്കേണ്ടതല്ലേ? എന്നാൽ വി ഡി സതീശനെതിരെ ഞാൻ ഈ ക്യാമ്പയിൻ ചെയ്തപ്പോൾ എന്നെ ഒതുക്കാൻ വേണ്ടി, എന്നെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി എനിക്കെതിരെ 4 ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് എനിക്കെതിരെ കേസെടുത്തത്. അന്നേരം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ഈ പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറയുന്നവൻ ഈ വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഈ വിഷയം ആളി കത്തിച്ചിട്ട് കൊടുത്തത് പിണറായി വിജയന് സഹായകരമാകാൻ വേണ്ടിയും പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനും ഈ ശബരിമല സ്വർണ്ണക്കൊളയിൽ നിന്ന് ഇയാളെ രക്ഷിക്കാനും വേണ്ടി ഈ വി ഡി സതീശൻ സ്വന്തം കൂടെ നിൽക്കുന്നവനെ കൊലയ്ക്ക് ഇട്ടുകൊടുത്ത. അതാണ് വസ്തുത. അത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ കിഴങ്ങന്മാർക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ജനങ്ങൾക്ക് മനസ്സിലായാൽ മതി, ജനങ്ങൾക്ക് മനസ്സിലായാൽ മതി. ജനങ്ങൾക്ക് മനസ്സിലായി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകും. ആ പെണ്ണുങ്ങളുടെയൊക്കെ ഇപ്പൊ പ്രതികരണം കേട്ടോ, അമ്മച്ചിമാരുടെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. ഇതൊക്കെ സാധാരണ വീട്ടമ്മമാരാണ് ആ പ്രതികരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അത് ഒരിക്കലും പ്രതികരിക്കാത്ത ഭാഗത്തു നിന്ന് അത്രയും അത് എങ്ങനെയാ അത് വിലയിരുത്തുന്നത് എത്ര കറക്റ്റായിട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ അതിന്റെ മാഹാത്മ്യം മനസ്സിലാകുമ്പോൾ പെണ്ണുങ്ങൾ ഇത്രയും അങ്ങനെ കാര്യങ്ങളെ കാര്യകാരണ സഹിതം വിലയിരുത്താൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അതിശയം തോന്നുന്നില്ല. ഈ സതീശന്റെ ആ പ്രസംഗം കഴിഞ്ഞ് പിണറായിയുമായിട്ട് ധാരണയിലായി. പിന്നീട് ഒരിക്കലും ഈ 10 പറവൂരിൽ നിന്ന് ജയിച്ചു വരുന്നത് പിണറായിയുടെ ഒറ്റ കാരുണ്യം കൊണ്ടാണ്. കാരണം CPIക്ക് കാശ് കൊടുത്ത് ഇവൻ കോടികൾ കൊടുത്ത് ഗുണവും മണവും ഇല്ലാത്തവന്മാരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ BJP നേതാക്കന്മാർക്കും മുൻകാലഘട്ടങ്ങളിൽ കാശ് കൊടുത്ത് BDJS അത് കൊടുത്ത് ഏറ്റവും കിഴങ്ങന്മാരെ അവിടെ ഇട്ട് ഇവൻ ജയിച്ചു വരിക. ഇത്തവണയും പിണറായി ഇവന് വാക്ക് കൊടുത്തിട്ടുണ്ട്, പറവൂരിൽ ഇവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഇവനെ ജയിപ്പിച്ചെടുക്കാവുന്ന. ജയിപ്പിക്കണം പിണറായിക്ക് ആവശ്യമാണ് ജയിപ്പിക്കേണ്ടത്. എന്നാണോ ഈ മാങ്കൂട്ടം എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ സംഭവമല്ല. അവൻ പയ്യന 31 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. അതിന് ഒരു സംഭവം, ഒരു ആറ്റം ബോംബാണ്. പിണറായിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പിണറായിന്ന് വിളിച്ച് വിരൽ ചൂണ്ടി അയാളുടെ മുഖത്ത് നോക്കി സംസാരിച്ച ഏക MLA വേറെ ഒരൊറ്റയാളും കൂടെ അങ്ങനെ പ്രതിപക്ഷത്തൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ വൈരാഗ്യത്തിന്റെ കാരണമായി. അത് അതിന്റെ കൂട്ടത്തിലാണ് ഈ സതീശന്റെ കൂട്ടുകെട്ടുകളായപ്പോഴത്തേക്ക് ആ ചെറുക്കനെ ഇതുപോലെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിന്റെ മുഴുവൻ ഉത്തരവാദി ഇവനോ ഈ സതീശനോ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് എന്റെ പേര് ബാബു. അപ്പൊ ഞങ്ങൾ 10,500 ആൾക്കാരുണ്ട്. ഈ 10,500 ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ ഈ 10,500 ആൾക്കാർ ഇങ്ങനെ മൊബൈലിൽ കാണുന്ന സംഭവമില്ലേ? സാറിന് അടുത്ത പാർട്ടി പോയി കേറില്ല. രാഹുലിന്റെ കാര്യം പറയുമ്പോ അതാണ് സംശയം തീർക്കാൻ വേണ്ടിയാണ്. നിങ്ങളിങ്ങനെ സാറിനെ പറയുമ്പോ ഒരു പിടുത്തം കിട്ടുന്നില്ല. രാഹുലിന് സപ്പോർട്ടാണോ നിങ്ങൾ അതോ അല്ലയോ? രാഹുലിന്റെ സപ്പോർട്ടാണ്, അതുകൊണ്ട് വേണ്ടിയാണ് ചോദിക്കുന്നത്. നമുക്ക് സമയത്ത് തീർക്കണ്ടേ? രാഹുൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതോ അല്ലയോ? നിക്കണമെന്ന്. നമ്മള് വയനാട്ടിലെ ഏത് ഭാഗത്താ താമസിക്കുന്നേ? ഞങ്ങൾ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെ. നമുക്ക് പുള്ളി നിക്കണമെന്ന് നമുക്കൊരു മനസ്സിലില്ല. ഈ വി ഡി സതീശനോട് എന്താണ് അഭിപ്രായം? സഭയിൽ വർത്താനം പറഞ്ഞില്ല, ബോർഡിന്റെ മുകളിൽ നിൽക്കുന്നില്ല. അടുത്ത മുഖ്യമന്ത്രി നിൽക്കുവോ? കൊള്ളാവോ ആള്? പറ്റില്ല. നമുക്ക് രാഹുലിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഏതോ സഭയിൽ പോയി കയറി ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് ശരിക്കില്ല. ഇത് പറഞ്ഞു വന്നാൽ ജനങ്ങൾ അങ്ങോട്ട് തിരിയൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.